ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്നാൽ രണ്ട് കാര്യങ്ങളാണ് ഇനി വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കഴിഞ്ഞ വീഡിയോകൾ പരിശോധിക്കുമ്പോൾ എൻ്റെ മലയാള സംഭാഷണങ്ങൾ ഇംഗ്ലീഷ് പറയാതെ പറഞ്ഞാൽ മലയാളത്തിൽ ഞാൻ എൻ്റെ സംവദന ശേഷി, മലയാള സംവദന ശേഷിയിൽ ചില പ്രശ്നങ്ങൾ, അതായത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴുള്ള ടോൺ കുറച്ച് ഡീപ്പറായി തോന്നുമെങ്കിലും സംഭാഷണം അല്ലെങ്കിൽ സംവദനം മലയാളത്തിലാക്കുമ്പോൾ അതിന് ഒരു ചൈൽഡിഷ് ടോൺ വരുന്നുണ്ട്. കുറേയൊക്കെ ഒരു ഡെപ്ത് കുറഞ്ഞ സംഭാഷണ രീതി. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അഭിനയിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭാഷണത്തിൽ അഗാധത, കുറച്ചും കൂടി ഡെപ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു മാനസിക നിലപാട്, ലൈഫ് ഈസ് എ ഡ്രാമ, ജീവിതം ഒരു നാടകമാണ്, ബാക്കിയുള്ളവരെല്ലാവരും നാടകക്കാരാണ്, അവരുടെ റോൾ അഭിനയിക്കുന്ന നാടകക്കാർ എന്ന ഒരു ചിന്താഗതി മനസ്സിൽ ഏതൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന സ്ക്രിപ്റ്റ് തിരക്കഥകൾക്കനുസരിച്ച് ചുണ്ടുകൾ ചലിപ്പിച്ച് വർത്തമാനം പറയുന്ന ആളുകളാണ് നമ്മളുടെ ചുറ്റിനുമുള്ള ആളുകളെല്ലാം എന്ന ഒരു തോന്നലിൻ്റെ ഗൂഢമൂലതയാവാം സംസാരത്തിന് അഗാധതലങ്ങൾ, അതിൽ ഡെപ്ത് കൊടുക്കുന്ന ഒരു സംഗതി. അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവാം എന്ന ചിന്തയും നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സംഭാഷണ വിഷയം കുട്ടികളുടെ സ്വരം പോലത്തെ സ്വരം. അത് ഈ സംവദന സമയത്ത് അത് ഇങ്ങനെ ഇപ്പം കൂടുതലായി എൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോകൾ പരിശോധിച്ചാൽ കുട്ടിത്തം വിട്ടുമാറാത്ത സംഭാഷണ ശൈലി. എൻ്റെ ഒരു മലയാളത്തിലാണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അത്ര തോന്നുന്നില്ല.
അപ്പം അതിനെ ഇനി നമ്മൾ ഞാനിനി അതിനെ ഇതിങ്ങനത്തെ പരിപാടി കൊള്ളാം. സെൽഫ് റെക്കോർഡിങ് ഇങ്ങനത്തെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ശബ്ദം നമുക്ക് കേൾക്കില്ലല്ലോ. നമ്മൾ പുറത്തേക്ക് പറയണ പുറത്തുള്ളവരാ കേൾക്കുക, നമ്മൾ കേൾക്കുന്നില്ല. അപ്പം നമുക്കതിനെക്കുറിച്ചിട്ടുള്ളൊരു ഉണ്ട് ആ ഉപയോഗിക്കുന്ന ശബ്ദം എങ്ങനെയാണ്, അതിൻ്റെ ടോൺ എന്താണ്, അതെങ്ങനെയാണ് അനുഭവപ്പെടുക എന്നുള്ള കാര്യങ്ങളൊന്നും അത് റെക്കോർഡ് ചെയ്ത് തിരിച്ച് കേട്ടപ്പോഴാണ് അത് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധ്യം കൂടെ വന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ന് ഞാൻ എന്നുള്ളതിനൊക്കെ നമ്മൾ എന്ന് പറയുന്നത് ഈ അതിലൊരു കാര്യം ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോധം, അതായത് നാടകം കളിയുടെ ആളുകൾ ആശാന്മാരാണ് നമ്മളുടെ ചുറ്റുമുള്ളത് എന്ന ഒരു ചിന്തയാണ് എന്ന ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ നമ്മളുണ്ടാക്കിയാണ്. ഈ അവരൊക്കെ പറയുന്നതും സംസാരിക്കുന്നതൊക്കെ ഏതോ ചെവിയിലേതോ ഒരു മൈക്രോഫോൺ വെച്ച് അത് വേറെ ആരും ഉദ്ദേശിക്കുന്ന തിരക്കഥകൾക്കനുസരിച്ച് സംസാരിക്കുന്നതെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ അവർക്ക് നമുക്ക് കുറേ കൂടെ ശബ്ദത്തിനൊക്കെ കുറച്ചും കൂടെ ഡെപ്ത് അഗാധ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആഴമുള്ള സംസാരം എന്ന് തോന്നിപ്പിക്കാം. പറയുന്ന കണ്ടൻറ്റ് ആളുകളുള്ളതാണ് എന്ന് ആളുകൾക്ക് തോന്നാവുന്ന രീതിയിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഈ വീഡിയോ, ഈ ഒരു ദൃശ്യ സംവാദത്തിൻ്റെ ഒരു ഉദ്ദേശം ആഴമുള്ള സംസാര ശൈലിയിലേക്ക് കൂടുതൽ എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം, ആഴം തോന്നുന്ന പോലെ സംസാരിക്കാൻ എങ്ങനെ പറ്റും. അതായത് കുട്ടിത്ത സംസാരം എങ്ങനെ കുട്ടിത്തമല്ലാത്ത മാതിരി തോന്നുന്ന രീതിയിൽ എങ്ങനെ സംസാരിക്കാം, അതിലേക്കാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചത്. അപ്പം ഇങ്ങനെയുള്ള അതായത് ചുറ്റുപാടുകൾ എല്ലാവരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവനാത്മകത ചിലപ്പോൾ കുറേ നഷ്ടപ്പെട്ടു പോയത്. എല്ലാവരും ചിന്തിക്കേണ്ട കുറേ പേരെങ്കിലും ഒക്കെ ഉണ്ട്, കുറച്ച് പേരെങ്കിലും ഇതിൽ നാടകം കളിക്കാരുണ്ടായിരിക്കാം എന്ന്. അപ്പോൾ അവരും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളുടെ സംസാരം അല്ലെങ്കിൽ നമ്മളുടെ സംഭാഷണം എങ്ങനെയൊക്കെയാണ് എന്നുള്ള ആ ഒരു മനസ്സിലൊരു ചിന്ത. അങ്ങനെ ഒരു ചിന്ത പലപ്പോഴും ജഡതീലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ജസ്ബാത്ത് എന്ന് പറയില്ല, എന്താണ് ആ ഒരു സന്ദർഭത്തിൻ്റെ ആ ഒരു എടുത്തുചാട്ട ചിന്തയിൽ ചിലപ്പോൾ ആ കുട്ടിത്ത സംസാരം വീണ്ടും വരാം. എടുത്തുചാട്ട അങ്ങനെ, പക്ഷെ അങ്ങനെ കഴിയുന്നത് ഒന്ന് എടുത്ത് ചാടാതെ അല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഒക്കെ ചുറ്റിനും നാടകം കളിക്കാരുണ്ടാവാം എന്ന ഒരു ചിന്തയോടുകൂടി നമ്മൾ സായിബാബ പറഞ്ഞിട്ടില്ല, ലൈഫ് ഈസ് എ ഡ്രാമ, പറഞ്ഞ മാതിരിയുള്ള ഒരു ജീവിതം ഒരു നാടകമാണ്, നിങ്ങൾ നല്ല നടനുമാകൂ എന്ന് ഭഗവാൻ. അത് ഒരു കാര്യം. അപ്പം അങ്ങനെ ആളുകളുണ്ടാവും. അതായത് ശരിക്കും ഞാനതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു വിശദീകരണം ആലോചിച്ചപ്പോൾ തോന്നിയത്, ജീവിതം നാടകമായി എടുക്കുന്നവർ വൈശ്യചിന്താഗതി നമ്മൾ വർണ്ണ വിഭാഗം നോക്കിയാൽ ജീവിതം പലപ്പോഴും വെല്ലുവിളികളും ചലഞ്ചസുമായി വരുന്നത്
നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ശൂദ്രവർണ്ണം ആണെങ്കിൽ അത് വളരെയധികം വെല്ലുവിളികളുള്ളതായിട്ട് തോന്നാം എന്ന് ഞാൻ അതിനെ ഒരു ചെറിയ വ്യാഖ്യാനം ആലോചിച്ചിരുന്നു. ഇത് ശരിയൊന്നും ആവണമെന്നില്ല കേട്ടോ. ഇതും പറഞ്ഞ് നാളെ ആളുകൾ എൻ്റെ തലയിൽ കയറാൻ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രമാണമൊന്നും കാണിക്കാനില്ല അവിടെ. എന്നാലും എനിക്ക് തോന്നിയ ഒരു അങ്ങനെ വർണ്ണാശ്രമ ചിന്തകൾ എടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് കൂടുതലായിട്ട് കിട്ടേണ്ടതാണ്. ജീവിതത്തെ ഒരു വെല്ലുവിളിയായിട്ട് എടുക്കുമ്പോഴൊക്കെ ആയിരിക്കാം പറയാൻ. അങ്ങനെ കുറച്ചും കൂടി നന്നായിട്ട് ശുദ്ധര വർണ്ണം എന്ന് പറയുന്നത് ഒരു താഴേക്കടിയിലുള്ള വർണ്ണമാണെന്നുള്ള വിചാരിക്കുക. ഒരു ഫിസിക്കൽ ഇന്ദ്രൻ തന്നെ ഫിസിക്സ് ഐക്യു കൂടിയവർ എന്നുള്ളതാണ്. ജീവിതത്തെ ഒരു വെല്ലുവിളിയായി എടുക്കുന്നത് ഒരു ഹയർ ഐക്യു ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ്റ് കൂടുതലുള്ള ഒരു പരിപാടിയാവാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനെ ഒരു ഉച്ചത്വം വന്നില്ലേ, അതിനൊരു എന്ത് കിട്ടി, അതിന് ഞാൻ താഴേക്കല്ല നോക്കുന്നത് എന്ന് മനസ്സിലായില്ല. അത് താഴേക്ക് നോക്കുകയല്ല, എന്നാലും ഓരോരുത്തർക്കും ഓരോ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ. അപ്പം ശുദ്ധര ആറ്റിറ്റ്യൂഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഒരു വെല്ലുവിളി എന്നുള്ളതാണ് നമ്മളുടെ ഒരു. ഞാൻ പറഞ്ഞു ശൂദ്രൻ ഉച്ചനാണ്, നീചനാണെന്നും ബ്രാഹ്മണൻ ഉച്ചനാണെന്നും വിചാരിക്കുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റ്, അവരുടെ ജനിതകമായിട്ടുള്ള പലപ്പോഴും ജനിതകമായിട്ടുള്ള കാര്യം ഉണ്ടാവാം. അതിൻ്റെ അകത്ത് ആർജിതമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവാം. ജനിതകവും ആർജിതവും എല്ലാം കൂടെ റിസൾട്ടൻ്റ് ടെൻഡൻസിറ്റീസ് വിതിൻ ആൻഡ് വിതൗട്ട് ട്രിവൈൽ. ബലാബലങ്ങളുടെ ഒരു ആകത്തുക വിതിൻ ആൻഡ് വിതൗട്ട് ട്രിവൈൽ എന്ന് പറഞ്ഞ പോലെ ജനിതകവും ആർജിതവും ഒക്കെ കൂടെ ഉള്ള ഒരു മൊത്തം കാര്യങ്ങളുടെയൊക്കെ ഒരു ആകത്തുക ലോകത്തിൽ പ്രകടിതമായേക്കാം, മനുഷ്യൻ്റെ ജീവിതത്തിലും പ്രകടിതമായേക്കാം. അതേപോലെ അപ്പം ശൂദ്ര എന്താണെന്ന് പറഞ്ഞാൽ വെല്ലുവിളി, ജീവിതം, ലൈഫ് ഈസ് എ ചാലഞ്ച്, മീറ്റ് എന്ന് പറഞ്ഞ പോലെ അത് ഒരു അഥർവകാരിയായിരിക്കാം. മണ്ഡൂക മുണ്ടകോപനിഷത്ത് ഒക്കെ അഥർവവേദത്തിലെ ഉപനിഷത്തുക്കളാണ്. പിന്നെ വൈശ്യധർമ്മമായിട്ട് കണക്കാക്കുമ്പോഴാണ് ഈ പറഞ്ഞ മാതിരി നാടകം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സമരസപ്പെടുത്തി. നാടകം, ജീവിതം ഒരു നാടകമാണ്, അത് നന്നായി അഭിനയിക്കും എന്നുള്ളതാണ് ഒരു വൈശ്യധർമ്മത്തിൻ്റെ ഒരു കാതലായിട്ടുള്ള ത്രെഡ്. ത്രെഡിനെന്താണ് അതിൻ്റെ ഒരു സൂചി നൂലുമ്പോൾ സൂത്രധാരം എന്ന് പറഞ്ഞ സൂത്രം, അതിൻ്റെ ഒരു സൂത്ര വഴി എന്നാണ് എനിക്ക് തോന്നണേ. നാടക കമ്പനിക്കാർ അതിനെ നമുക്ക് വൈശ്യധർമ്മത്തിൻ്റെ കേനോപനിഷത്ത് ചാന്തോക്യം എനിക്ക് തോന്നുന്നത് സമകാലം തന്നെയാണ് നടന്നത്. കേനം കുറച്ചും കൂടെ വില്ലേജ് പ്ലാനിനോട് അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചാന്തോക്യം കുറച്ചും കൂടെ ടൗൺ പ്ലാനിങ്ങിനോട് അടുത്ത് നിൽക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം മൈസന്തു എന്നാണ് കേനത്തിൽ ഉള്ള ഒരു വാചകം. എൻ്റെ കാര്യം വി ബോത്ത് ടുഗദർ ചെറിഷ് എന്നൊക്കെ പറഞ്ഞു. നീ എൻ്റെ കാര്യം നോക്കിയാൽ ഞാൻ നിൻ്റെ കാര്യം കുറേ നോക്കിക്കോളാം എന്നൊക്കെ ചില സിനിമകളിൽ ഡയലോഗ് കേട്ടിട്ടില്ല. ഇതൊക്കെയോ സിനിമകളിൽ മമ്മൂട്ടിയും സായികുമാറും കൂടെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈശ്വരനോട് എൻ്റെ കാര്യം മാത്രം ശരിയാക്കാനേ പ്രാർത്ഥിക്കാറുള്ളൂ, എന്നിട്ട് ഞാനത് എൻ്റെ കാര്യം ശരിയായി ഞാൻ നോക്കും ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ പോലെയുള്ളതാണ് കേന ആറ്റിറ്റ്യൂഡ്. ഉറപ്പൊന്നുമില്ല. പിന്നെ ചാന്തോക്യം ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചാന്തോക്യ ഉപനിഷത്തിൽ പറഞ്ഞേക്കുന്ന മന്ത്രങ്ങൾ പാക്കലാം, വി ഷാൽ സീ, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്
അതിൻ്റെ അത് വായിക്കുമ്പോൾ ബി ടുഗദർ അസ് 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 എന്നല്ല, അസ് നമ്മൾ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കേനമാണ്. നമ്മൾ എന്നെ നന്നാക്കിയാൽ ഞാൻ നിൻ്റെ കാര്യം നോക്കാം എന്ന് പറയുന്നത് കേനം. ഛാന്തോക്യം കാമരാജ് പ്ലാനിൻ്റെ പോലെ പാക്കലാം ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ് കാമരാജിൻ്റെ പണ്ടത്തെ തമിഴ്നാട് പൊളിറ്റീഷ്യൻ്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ വിഷാൽ സി സമയം പറയില്ല, പക്ഷേ എപ്പോഴെന്ന് പറയില്ല. അപ്പോൾ ആരുടെ കാര്യത്തിൽ ആർക്കൊരു നോ പറയത്തില്ല. എല്ലാവരുടെയും കാര്യം ഞങ്ങൾ നോക്കാം, നമുക്ക് നോക്കാമെന്നേ, നമുക്ക് പറ്റാം. അപ്പോൾ അതാണ് ഛാന്തോക്യ നിലപാടുകൾ ചിന്തിക്കുമ്പോൾ ജീവിതത്തെ ഒരു നാടകമായി സമീപിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കണക്കാക്കുന്നത് നന്നായിരിക്കാം. അതിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ വിശദീകരിച്ചിട്ട് SOS അരിഷ്ടം എന്നൊരു ലിങ്ക്ഡിനിലൊരു ഒരു ബ്ലോഗ് എഴുതി. അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോയുടെ കൂടെ വയ്ക്കാം, ഉണ്ടല്ലെങ്കിൽ എവിടെയെങ്കിലും ചേർക്കാം. അപ്പോൾ ആ വീഡിയോ ആ SOS അരിഷ്ടത്തിലേക്കുള്ള പിന്നെ ബൃഹദാരണ്യകം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷത്രിയൻ്റെ കാര്യം ലൈഫ് ഈസ് എ ഗെയിം, പ്ലേ വെൽ എന്നുള്ള പ്ലേറ്റ്. ലൈഫ് ഈസ് എ ഗെയിം കളിക്കൂ എന്നാണ്. അപ്പോൾ ക്ഷത്രിയ ചിന്തകൾ വരുമ്പോൾ ക്ഷത്രിയ വേദങ്ങൾ രണ്ടെണ്ണമാണ്. ക്ഷത്രിയ പവർ വേദങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് കൃഷ്ണയജുർവേദം, ഒന്ന് ശുക്ലയജുർവേദം. ശുക്ലയജുർവേദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യാജ്ഞവൽക്കിൻ്റെ ഹയറോഫിലുള്ള ബൃഹദാരണ്യോപനിഷത്തൊക്കെയാണ് ശുക്ലയജുർവേദം. അതായത് നമ്മുടെ വൈറ്റൽ ഇൻട്രസ്റ്റുകൾ എവിടെയൊക്കെ പറയണം അവിടെയൊക്കെ നമ്മൾ ഒച്ചത്തിൽ തന്നെ അത് പറയണം എന്നതാണ് ശുക്ല യജുർവേദത്തിൻ്റെ ഒരു കാതലായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കൃഷ്ണയജുർവേദം പക്ഷേ നമ്മളുടെ ദേവൻ പ്രധാനം എന്ന് പറയുന്ന ദേവൻ്റെ കെയറോഫിൽ നമ്മളുടെയും കാര്യങ്ങൾ നമ്മൾ നടത്തുക എന്ന് പറയുന്ന അതാണ് മൈ ഗാഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗോഡിൻ്റെ ഗ്രേറ്റ്നെസ്സിന് വേണ്ടി യത്നിച്ച് അതിൻ്റെ മുമ്പിൽ വെച്ച് അപ്പം എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്ന് ഒരു പ്രധാന സേവകനായിട്ട് ഗോഡിൻ്റെ അതായത് ഈശ്വരൻ്റെ അല്ലെങ്കിൽ എൻ്റെ അതാണ് നമുക്ക് കൃഷ്ണയജുർവേദത്തിൻ്റെ അതിൻ്റെ ഒരു രക്തസംഹിത പറയട്ടെ. യാജ്ഞവൽക്യനെ വേദവ്യാസമുനി കൃഷ്ണയജുർവേദത്തിൽ മോരങ്ങനെ പറയാൻ പറഞ്ഞിരിക്കുന്ന ആളത് കേൾക്കാണ്ട് സ്വയം ഉദ്ഗാനമൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു കഥയുണ്ട്. യാജ്ഞവൽക്യൻ ഇങ്ങനെ വൈറ്റൽ ഇൻട്രസ്റ്റുകൾ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവാതെ അങ്ങനെ എൻ്റെ ഡേറ്റിക്കല്ല എനിക്കും കൂടെ പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾ മറ്റേതിൽ ഈഗോ താഴ്ത്തി വെച്ച് ഡേറ്റിയല്ല നമ്മൾ നല്ലതാണെന്നാണ് കൃഷ്ണയജുർവേദം. അപ്പോൾ യാജ്ഞവൽക്യൻ്റെ ശുക്ലയജുർവേദത്തിൽ ബൃഹദാരണ്യോപനിഷത്തിൽ എനിക്ക് തോന്നുന്നു വേദവ്യാസം പറഞ്ഞ കേൾക്കാണ്ട് ഓടപ്പോൾ യാജ്ഞവൽക്യനോട് പഠിച്ചതൊക്കെ ഛർദ്ദിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദവ്യാസൻ്റെ ശിഷ്യന്മാർ വന്ന് യാജ്ഞവൽക്യൻ്റെ ഛർദ്ദി വിഴുങ്ങി തൈത്തിരി പക്ഷികളായിട്ട് വന്നൊക്കെ ഛർദ്ദി വിഴുങ്ങി എന്ന് പറഞ്ഞു തൈത്തിരിയോപനിഷത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതൊരു ഗെയിമിങ് പിന്നെ അതിൻ്റെയൊക്കെ യജുർവേദത്തിൻ്റെ ക്ഷത്രത്തിൻ്റെ ചിലപ്പോൾ വിജയിക്കാം. കുറുപ്പിൻ്റെ ഉറപ്പെന്നൊക്കെ പറഞ്ഞാൽ ക്ഷത്രിയ ധർമ്മത്തിൽ അങ്ങനെയൊക്കെ പുതിയ വാക്കുകൾക്കൊന്നും അത്ര വലിയ ഉറപ്പൊന്നും ഉണ്ടാവണമെന്നില്ല. പറഞ്ഞാൽ ഹയർ പ്ലാനിങ് ആണ് ടൗൺ പ്ലാൻ ഹയർ ടൗൺ പ്ലാനിങ് അത് ഉണ്ടാകണം. അപ്പോൾ അതിൽ വാക്കുകൾക്കൊന്നും വലിയ എന്ത് സമയവും സന്ദർഭമൊക്കെ അനുസരിച്ച് നമ്മളുടെ ഇൻട്രസ്റ്റുകൾക്കനുസരിച്ച് വൈറ്റൽ ഇൻട്രസ്റ്റുകൾക്കനുസരിച്ച് വൈറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുക CPM. അത് നമ്മളുടെ വൈറ്റൽ ഇൻട്രസ്റ്റുകൾ കോംപ്രമൈസ് ചെയ്യുന്ന നിലപാടുകൾ എടുക്കാതെ അത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് സൈലൻസൊക്കെ മാറ്റി, അതായത് സൈലൻസ് എന്ന് പറയുന്നതിന് മിണ്ടാണ്ടിരിക്കുന്ന പരിപാടിയില്ല. കൃഷ്ണയജുർവേദക്കാരും മിണ്ടാണ്ടിരുത്താനാണ് ഇവർ അവരുടെ അജണ്ടകൾ നടത്തണമെങ്കിൽ പലപ്പോഴും ആളുകളെ കൊണ്ട് മിണ്ടാണ്ടിരിപ്പിച്ചിട്ട് വേണം അവരുടെ നിങ്ങളുടെ ദേവനെതിരെ വേണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെയുള്ള
അപ്പം കുറേ അങ്ങനെയൊക്കെ വെച്ചിട്ട് അത് അവരുടെ പവർ പ്രിൻസിപ്പിൾ. ഞങ്ങളുടെ ദേവനെ കളിയാക്കിയ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെട്ടാനും കുത്താനും അങ്ങനെ ആ പവർ ഉണ്ടാക്കുക. കളക്റ്റീവ് പവർ. മറ്റേത് എനിക്കോടെ ഇൻഡിവിജ്വൽ പവറാണ്. ശുക്ല യജുർവേദം ഇൻഡിവിജ്വൽ പവറാണ്. കൃഷ്ണ യജുർവേദം കുറേ കൂടി കളക്റ്റീവ് പവറാണ്. എൻ്റെ സൈക്കോളജി എന്നാണ് ഒരു തോന്നൽ. അപ്പോൾ അത് രണ്ട് കാര്യം. പിന്നെ ഒരു കാര്യം രണ്ടല്ല മൂന്നെണ്ണം. നാലാമത്തെ ഋഗ്വേദം അല്ല അങ്ങനത്തെ അതിൻ്റെ ഒക്കെ വാനനെ ആഹരിക്കുക എന്നൊക്കെ പറഞ്ഞു. അവൻ ഇതരോപനിഷത്തൊക്കെ അതല്ലേ അവനെ അഭാനെന്നാണ് അതോ വായു എന്ന് പറഞ്ഞ അർത്ഥം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വിശ്വാസവായു എന്നും ഉണ്ടെന്നോ. അപ്പം ഋഗ്വേദത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ഈസ് എ ഡ്രീം. അവൻ ജീവിതം വെറും സ്വപ്നമാണ്. അപ്പോൾ സ്വപ്നം റിയലൈസ് എന്നുള്ള ആ ഒരു ഭഗവാന്റെ സൂത്രത്തിൻ്റെ ജീവിതം ഒരു സ്വപ്നമാണ്. അപ്പോൾ അതൊരു മനസ്സിലാക്കും. ഇതൊരു സ്വപ്നം പോലെയാണ് മനസ്സിലാക്കും. അത് ഋഗ്വേദത്തിൻ്റെ ഒരു മെത്തേഡുള്ള എന്തോ. അതായത് അതിങ്ങനെ രാത്രിയിലെ സ്വപ്നങ്ങൾ അതും ഇതൊക്കെ കണ്ട് അതിനനുസരിച്ച് കാര്യങ്ങളെ സ്വപ്നാടനത്തിൽ നൽകുന്നവർ. അപ്പോൾ അതുകൊണ്ടാവാം. അത് കാര്യം നമ്മുടെ ടിലൈറ്റ് സിനിമയിൽ രണ്ടാമത്തെ ടിലൈറ്റ് സിനിമ അതിൽ നമ്മളുടെ ഒരു സ്വപ്നം കാണുന്നത്. സ്വപ്നമല്ല, എന്താണ് നമ്മുടെ ഇവരെ കൂടി ഇമോർട്ടൽ മറ്റേ ആ പെൺകുട്ടിയെ ഒരു ഗ്രൂപ്പുകാർ മറ്റേ വാൾസ് കമ്മ്യൂണിറ്റി അല്ല മറ്റേ കമ്മ്യൂണിറ്റി എതിർ കമ്മ്യൂണിറ്റി അവർ വന്നിട്ട് ഇവരെ ഒരു പെൺകുട്ടി അതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരുത്തി വന്നിട്ട് എന്ത് സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രഡിക്ഷൻ നടത്തണ്ടേ. പൂർണ്ണമായിട്ടൊന്നും ശരിയാകട്ടെന്നില്ല സ്വപ്നങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാന്നും പൂർണ്ണമായിട്ടൊന്നും ശരിയാകണമെന്നില്ല. എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഈ വാക്കുകൾ ഇരുമ്പലപ്പുകളൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ എന്നാലും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ സ്വപ്നങ്ങൾ കാണിക്കുന്നതൊക്കെ അങ്ങനെ അത് ശരിയാണ്, അങ്ങനെയുള്ള പ്ലാനിങ്ങാണ് ശരി എന്ന് പറയുന്നത്. അത് എനിക്കറിയില്ല അത്രത്തോളം. വളരെ കുറച്ച് കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ അർത്ഥങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ എന്നൊക്കെയുള്ള ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ച കാര്യങ്ങൾ, ഓൾറെഡി സംഭവിച്ച കാര്യങ്ങൾ അയാളുടെ ഓറ നമ്മളിലേക്ക് വരുമ്പോൾ അയാൾക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ ആ ഒരു വീക്ഷണകോണം അതിൻ്റെ അകത്ത് പ്രതിഫലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ആയിരിക്കാം ഈ സ്വപ്നം തോന്നാൻ അറിയില്ല. അപ്പം സ്വപ്നം കാണിക്കുന്ന യന്ത്രങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ തന്നെ ചിന്തകൾ ആവണമെന്ന് അല്ല നമ്മളെങ്കിൽ നമ്മളുടെ ചിന്തകൾ ഫീൽഡിൽ അർമേച്ചർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ വേറെ ആരുടെയോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളുടെ ചിന്തകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട്. പൂർണ്ണമത എന്നൊക്കെ പറഞ്ഞതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമത അല്ല ശരിക്കും. അതിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ അത് കുറച്ച്, അതായത് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എല്ലായിടത്തും അദ്വൈത പ്രിൻസിപ്പിളൊക്കെ അവിടെ അങ്ങനെയല്ലേ, അദ്വൈതം. അപ്പോൾ അവിടെ സംഭവിച്ചത് അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗം ലോകത്തിലെ പ്ലാനറ്ററി മൂവ്മെൻറ്റ്സ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മളിലും ഉണ്ടാവാം അതുപോലെയൊക്കെ എന്നൊക്കെയുള്ള അതുപോലെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് അതിന് തോന്നുന്നു ഈ പറഞ്ഞ കാര്യമുള്ള ഭാവന ആയിരിക്കും. വല്ലവനും ഉള്ളിടത്തും ഉണ്ടായ കാര്യങ്ങൾ അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ കറക്റ്റായിട്ട് അതുപോലെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അത് കാര്യം പലയിടത്തും നടന്ന കാര്യം. അതിനെ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് നോക്കി അതിലുണ്ടാക്കാവുന്ന പിറ്റ്ഫോൾസൊക്കെ അവോയ്ഡ് ചെയ്ത് പിന്നെ നമുക്ക് കുറച്ച് വായന ആഹരിച്ച് വൃക്ഷങ്ങൾ ശരിക്കും താഴേന്ന് മുകളിലേക്കല്ലേ പ്രോസസ്സ്, മനുഷ്യൻ മുകളിൽ നിന്ന് താഴേക്ക് പ്രോസസ്സിങ് നടത്തണം.
അപ്പം മനുഷ്യൻ്റെ വിസർജ്യം വൃക്ഷങ്ങൾ കൂട്ടാക്കി മാറ്റി. അതുപോലെ വേറത്തെ സംഭവിച്ച കാര്യങ്ങളുടെ ഓറ ആൻറ്റായിട്ട് ഇൻട്രാക്ഷൻ വരുമ്പോൾ ഈ ഓറ എന്നൊക്കെ പറഞ്ഞാൽ കിർലിയൻ ഫോട്ടോഗ്രാഫി കാണുന്ന വല്ല കാര്യം നമുക്ക് അറിയണമെന്നൊന്നും ഇല്ലാത്ത കിർലിയൻ ഫോട്ടോഗ്രാഫിക്കാർ പറഞ്ഞതാണ് ഇങ്ങനെ ഓറകളൊക്കെ ഉണ്ടാവാം എന്നൊക്കെ. അപ്പോൾ എവിടെയോ ആർക്കൊക്കെയോ സംഭവിച്ചപ്പോൾ ഓറ വലിപ്പമുള്ളതാകുമ്പോൾ അത് കുറേ ആളുകൾക്ക് സത്യമായി കണ്ടേക്കണ കാര്യമായിരിക്കാം ഹാലോ എഫക്റ്റ്. പക്ഷേ ഹാലോ എഫക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ എറർ ഉണ്ടാവാമെന്ന് പറയാറുണ്ട്. നമ്മുടെ മാഷ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കെ എസ് നായർ സാറുണ്ട് കമ്മ്യൂണിക്കേഷൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹാലോ എഫക്റ്റ് കണ്ടുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് അത് ശരിയാണെന്ന് വിശ്വസിക്കുകയത് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കാം. ഹാലോ എഫക്റ്റ് പറഞ്ഞാൽ മുഴുവൻ ശരിയാവുന്നില്ല. ഹാലോ എഫക്റ്റ് ഒരുപാട് പേർക്ക് വയ്യർ ഹാലോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ഭദ്രാവതി പരിപാടി പോലെയാണത്. എന്ന് പറഞ്ഞാൽ ഭദ്രാവതി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പഴയ ഇരുമ്പ് സാധനങ്ങൾ ആണ് ഭദ്രാവതി എന്ന് പറയാം. അപ്പോൾ ഈ ഭദ്രാവതി ഐറ്റംസ് എന്ന് പറയണ പഴയ ആളുകളുടെ ഒരുപാട് പേർക്ക് അനുഭവത്തിൽ വന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഓറ ഭയങ്കര ശക്തമായിട്ട് ഭയങ്കരമായ ഒരു വൈറ്റൽ പവർ കൂടുതലുണ്ടാവും. അതിൽ ഒരുപാട് പേര് ആ കാര്യം ശരിയാണെന്ന് കണ്ട് അപ്പോൾ അതിന് ഹിപ്നോട്ടിക് ഓറ കൂടുതലാവും. അപ്പോൾ അതങ്ങനത്തെ ഒരു ഓറ വരുമ്പോൾ ആ ഓറയിൽ നമ്മളുടെ കർമ്മങ്ങൾ പ്രതിഫലിക്കുമ്പോൾ ഉണ്ടാകാവുന്ന കാര്യങ്ങൾക്ക് ബിഗർ ഓറയ്ക്കാണെങ്കിൽ കൂടുതൽ വലിയ ഓറയാണെങ്കിൽ കൂടുതൽ ശക്തമാവാം. ആണ് ഈ എന്താണ് ഗംഗ, ആകാശഗംഗ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഷേപ്പ് പാലാഴി എന്നൊക്കെ പറഞ്ഞ് കാണണം. അപ്പോൾ അവിടെയൊക്കെ വൈഷ്ണവിക് പരിപാടി അവിടെയൊക്കെ ഞാൻ ഒരുപാട് ഓറ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു ഓറ അനുസരിച്ച് പോയാൽ അതിൻ്റെ പഴയ അനുഭവങ്ങൾ അപ്പോൾ അതൊക്കെ സ്പിരിറ്റ് അങ്ങനെയൊക്കെ കിർലിയൻ ഫോട്ടോഗ്രാഫി അനദർ ഡയമെൻഷനാണത്. അതെനിക്കതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് വലിയ പിടിയില്ല. എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടാവാം പറഞ്ഞതിൽ നിന്നും പൂർണ്ണമായ അടുത്ത താക്ക് NGDC പ്രമാണത്തെക്കുറിച്ചിട്ടാണ് വേണ്ടത്. നോ ഗ്യാരണ്ടി ദക്ഷിണത്തിലെ കോണ്ടംപ്ലേഷൻസ് ഗ്യാരണ്ടി ഒന്നും ഇല്ലാതാണ് ഈ പറയുന്നത്. ബോധോദയ ചിന്തകൾ പോലുള്ള ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. എന്നാലും ഒരു രസം എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അപ്പോൾ ഈ ഓറ ശക്തമാവുന്നത് പലപ്പോഴും ഒരുപാട് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പേര് അത് ശരിയാണെന്ന് ഒരുപാട് പേര് അതിനൊക്കെ ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളിങ്ങനെ പറഞ്ഞൊരു കാര്യം തന്നെ ഇങ്ങനെ ആൾ കഴിയുമ്പോൾ എന്താവും ചിലപ്പോൾ അത് ശരിയാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ബീജമന്ത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് ബീജമന്ത്രങ്ങൾ അത് കുറേ ആളുകൾ ശരിയാണെന്ന് കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് അല്ലെങ്കിൽ ജപിച്ച് ഒരുപാട് പേരുടെ അതിന് ശക്തി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ലൈഫ് ഈസ് എ ഡ്രീം, റിയലൈസ് ഇറ്റ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഋഗ്വേദത്തിൻ്റെ അത് മനസ്സിലാക്കണം. അതിന് അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെയാണ് അവർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ നാളെ ഉണ്ടാവണം എന്നില്ല എന്നൊക്കെയുള്ള മട്ടിലാണ് അതിൻ്റെ കുറച്ച്. അപ്പോൾ അത് ബ്രാഹ്മണിക്കൽ അത് കുറേ കൂടെ ഹയർ എന്താണ് കെമിസ്ട്രി ഹയർ യൂണിവേഴ്സൽ പ്ലാൻ അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരുപാടാണ് ജീവിച്ചു പോകണമെങ്കിൽ. കാരണം ലൈഫ് ഈസ് എ ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ലൈഫാണ്, ഫിസിക്സ് ലൈഫാണ്. കെമിസ്ട്രി ലൈഫിലേക്ക് അങ്ങോട്ട് കൂടുതൽ മുകളിലേക്ക് പോകും തോറും കെമിക്കൽ കെമിസ്ട്രി രസങ്ങളൊക്കെ കൂട്ടി വരുമ്പോൾ മെർക്യൂറിയൽ ഫണ്ട്സ് കൂടി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയൊക്കെ ആ പാഷൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാതെയും ഇരിക്കാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഹയർ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടൊക്കെ പോകുന്നതിൽ സൂക്ഷിച്ചോളണം. ബി ഹൈലി പാഷനേറ്റ് ഇനഫ് ഫോർ മിറാക്കിൾസ്. അല്ലെങ്കിൽ ഫിസിക്കൽ ലൈഫ് കാര്യം സ്വപ്നങ്ങളാണ് കാര്യം. എന്താണ് ഈ ഫിസിക്കൽ ലൈഫ് കണ്ടപ്പോൾ നിനക്ക് എന്തിന് ശരീരം നീ സ്വപ്നമായിട്ട് പോയിക്കോ, സ്വപ്നാടനായിട്ട് സ്വപ്നജീവിയായിട്ട് നീ സ്വപ്നത്തിൽ ജീവിച്ചോ എന്ന് പറഞ്ഞ് ആളുകൾ വേണമെങ്കിൽ തട്ടിക്കളയാനും വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ സ്വപ്നമാണ് ജീവിതം എന്നുള്ള കൺസെപ്റ്റേഷൻ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഫിസിക്കൽ ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറയുമ്പോൾ യൂണിവേഴ്സ് അതിനനുസരിച്ച് ചിലപ്പോൾ പ്രതികരിച്ചു എന്നിരിക്കും. എന്നാൽ പിന്നെ നിനക്കെന്തിനാ ശരീരം, നീ രക്തസാക്ഷി ആയിക്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ കുറയും.
കുറയാണ്ടിരിക്കണമെങ്കിൽ പിന്നെ അത്ഭുതമൊക്കെ സംഭവിക്കണം. ജീസസ് ക്രൈസ്റ്റ് റിസറക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ റിസറക്ഷൻ ഒക്കെ അത് ഹൈ ഇൻറ്റൻസിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ സംഭവിക്കാം. അങ്ങനെ റിസറക്ഷൻ ഹൈലി പാഷനേറ്റിന് ടു ഗാഫ്റ്റ് അങ്ങനെയൊക്കെയാണ്, ഒരുപാട് പാഷനേറ്റാണ്. ഇതൊക്കെ വീണ്ടും പറയാനുള്ള കാര്യം ഒഡീസിയിലെ മെർമെയ്ഡ് സോങ് എന്ന് പറയുന്ന പരിപാടി നിങ്ങളൊക്കെ ആലോചിക്കണം. ഉമറിൻ്റെ ഒഡീസി അതിൽ പറഞ്ഞ ഇതൊക്കെ വളരെ ആളുകൾക്കൊക്കെ ഭയങ്കര ഒരുമാതിരി വെള്ളമടിക്കുന്ന ഡ്രിങ്ക് ഒരുമാതിരി മദ്യം പോലെയുള്ള ഹെറോയിൻ അങ്ങനെയൊക്കെ ആണ് ഈ മറക്ക് മരുന്ന് അങ്ങനെ കഴിക്കുന്ന പോലെയുള്ളൊരു അത്യന്തം ചാരുതയാർന്ന ഒരു ഭയങ്കരമായ ആകർഷണ ശക്തിയുള്ള ഒരു ത്രെഡുകളാണ് അതൊക്കെ പറയുന്നത്. അതിനൊക്കെ നോക്കി അത് കൊള്ളാമല്ലോ, ഒന്ന് ഇറങ്ങി തിരിച്ച് കളയാമല്ലോ എന്നൊക്കെ തോന്നി അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ സൂക്ഷിക്കണം. ചിലപ്പോൾ അത്ഭുതങ്ങളും സംഭവിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അപകടങ്ങളൊക്കെ പറ്റാവുന്ന. അപ്പോൾ വേദങ്ങൾ കഴിയുന്നതും ഫിസിക്കൽ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചലഞ്ചായിട്ട് എന്നൊക്കെ ആയിട്ട് വിസ്ഡം വൈസ് ആയിട്ട് ജീവിക്കുന്നത് നല്ലത്. അത് പൊതുവെ നല്ലത്. ഇനി ആളുകളെയൊക്കെ സേവ് ചെയ്യണം, സെർവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറേ കൂടെ രസങ്ങൾ, ഹയർ രസങ്ങളിൽ ജീവിതത്തിൻ്റെ അനുഭവിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അത്ഭുതങ്ങളൊക്കെ തന്നെ വേണ്ടി വരും. എന്തെങ്കിലും സക്സസ്സോ എന്തെങ്കിലും രസങ്ങളൊക്കെ പഠിച്ചു നിൽക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അപ്പം അതുകൊണ്ട് പറയുന്നതൊക്കെ ആലോചിച്ച് അങ്ങനെ മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങരുത്. മദ്യം തൊണ്ട തൊടാതെ വിഴുങ്ങരുത്. കൂട്ടത്തിൽ വെള്ളമൊക്കെ ചേർത്ത് വേണം വിഴുങ്ങാനെന്ന് പറഞ്ഞൊക്കെയാണ് ഇക്കാര്യം. ഓക്കെ, സോ ഇന്നത്തെ ഇനി അടുത്ത ദിവസം നമുക്ക് എപ്പോഴെങ്കിലും സമയത്ത് NGDC പ്രമാണത്തെക്കുറിച്ചൊരു ടോക്ക് അപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് കുറച്ചും കൂടി ബോധ്യപ്പെടണം. ഈ കഴിഞ്ഞ വീഡിയോകളിൽ നിന്ന് സംഭാഷണ നഗരങ്ങളിൽ ഏർപ്പെടുമ്പോൾ നാടകക്കാരുണ്ടാവും, അതായത് സമവേദക്കാർ. വൈശ്യന് സമവേദം എന്നുള്ളതാണ് ചന്തോഗ്യം ആമേ. അപ്പോൾ അങ്ങനെ അത് ശ്രമിച്ചാൽ കുറച്ചും കൂടി ഒരു ഡീപ്പർ ടോൺ, കുറച്ചും കൂടെയൊക്കെ കുറച്ചും കൂടി ആഴത്തിലുള്ള സംസാരമായിട്ട് തോന്നാം. അതൊരു പോയിൻ്റ്. 2-3 പോയിൻ്റ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്താണ് രസകരമായിട്ട് കുറച്ചൊന്നും റിസ്ക് ഇല്ലാണ്ട് പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ മുകളിലേക്കൊക്കെ പോകുന്തോറും റിസ്ക് കൂടുതലുള്ള സാധനങ്ങളൊക്കെ പരീക്ഷിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് അത്ര രസമുണ്ടോ എന്നൊക്കെ ഉള്ളത് ആലോചിച്ചിട്ട് നമുക്ക് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. വായിക്ക് ശരിയാവണം എന്നില്ല എന്ന് ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് ജയകൃഷ്ണൻ ഈസ് സൈനിങ് ഓഫ്. Today it is 7-ാം തീയതി ചൊവ്വാഴ്ച, ഏപ്രിൽ 2015 ഏപ്രിൽ ചൊവ്വാഴ്ച ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഓക്കെ, ബൈ. ശരി,